അഞ്ചാം സെമസ്റ്റർ സോഷ്യോളജി പേപ്പറായ സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ ഒന്നാമത്തെ മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ ആന്ത്രപ്പോളജിയുമായി ബന്ധപ്പെട്ട അഥവാ സാമൂഹ്യ നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ആന്ത്രപ്പോളജി അഥവാ നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത്. ആദ്യമായി ആന്ത്രപ്പോളജി എന്ന വാക്കിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യജീവികൾ പ്രത്യക്ഷപ്പെട്ടതു മുതൽ അവരുടെ ശാരീരികവും സാംസ്കാരികവും സാമൂഹികവുമായ വികാസത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതാണ് ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശ ശാസ്ത്രം എന്നതിൻ്റെ നിർവചനം. നിലവിൽ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയും അവരുടെ മുൻഗാമികളെയും അവർ താമസിച്ച കാലം, സ്ഥലം, അവരുടെ ശാരീരിക സവിശേഷതകൾ, അവരുടെ സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വിശാലമായൊരു പഠനശാഖയാണ് നരവംശ ശാസ്ത്രം എന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ആന്ത്രപ്പോളജി എന്ന പദം ഉണ്ടായത്. ആന്ത്രപ്പോളജി എന്നുള്ളൊരു പഠന വിഷയമായി മാറിയത്, അക്കാദമിക് തലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പഠന വിഷയമായി മാറിയത് 19-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. ആന്ത്രപ്പോളജി എന്ന വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യരാശിയെക്കുറിച്ചുള്ള പഠനം എന്നർത്ഥം വരുന്നത്, മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ആന്ത്രപ്പോളജിയ എന്നതിൽ നിന്നാണ് ആന്ത്രപ്പോളജി എന്ന വാക്ക് ഉണ്ടായത്. മനുഷ്യൻ എന്നർത്ഥം വരുന്ന ആന്ത്രോപോസ് എന്ന ഗ്രീക്ക് പദമാണ് ആന്ത്രപ്പോളജി എന്ന വാക്കിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്. മറ്റൊരു അഭിപ്രായം, ആന്ത്രപ്പോളജി എന്ന വാക്ക് ഉണ്ടായത് മനുഷ്യൻ എന്നർത്ഥം വരുന്ന ആന്ത്രപ്പോസ് എന്നുള്ള വാക്കിൽ നിന്നും, അതുപോലെ പഠനം എന്നർത്ഥം വരുന്ന ലോജിയ അല്ലെങ്കിൽ ലോഗോസ് എന്നീ വാക്കുകൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ആന്ത്രപ്പോളജി എന്ന വാക്കുണ്ടായത് എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. 1805 ഇംഗ്ലീഷിൽ ആന്ത്രപ്പോളജി എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. വിശാലമായ ഒരുപാട് പഠനശാഖകൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു പഠന മേഖലയാണ് ആന്ത്രപ്പോളജി എന്നത്. പ്രധാനമായും 4 പഠനശാഖകളാണ് ആന്ത്രപ്പോളജിക്ക് ഉള്ളത്. ഒന്നാമത്തത് സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ഉപവിഭാഗം ആന്ത്രപ്പോളജിയുടെ കീഴിലുണ്ട്. രണ്ടാമത്തത് ഫിസിക്കൽ ആന്ത്രപ്പോളജി. 3 ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി, അതിന് പ്രീ ഹിസ്റ്റോറിക് ആന്ത്രപ്പോളജി എന്നും പറയാറുണ്ട്. 4-മത്തത് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. ഇതിൽ ആദ്യം പറഞ്ഞ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയും അതേപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയും ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവശാസ്ത്രത്തെയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്ന ആന്ത്രപ്പോളജിയുടെ ഒരു പഠനശാഖയാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഇനി പറയപ്പെട്ട ഓരോ പഠനശാഖകളുടെയും പഠന മേഖല ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആന്ത്രപ്പോളജി എന്ന പഠനശാഖ തുടക്കം കുറിച്ച് ഒരു 50 വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു പഠനശാഖയായി ആന്ത്രപ്പോളജി മാറി. പ്രാരംഭ കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും മാത്രമാണ് കൂടുതലായി ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിരുന്നത്. പിൽക്കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലും മറ്റുമൊക്കെയായി ഒരു പഠന വിഷയമായി കൊണ്ട് തന്നെ ആന്ത്രപ്പോളജി മാറിക്കഴിയുകയും ചെയ്തു. ഏതായാലും നരവംശ ശാസ്ത്രം അഥവാ ആന്ത്രപ്പോളജിക്ക് അടിസ്ഥാനപരമായി 2 ചിന്താധാരകളാണ്, 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ബ്രിട്ടീഷ് ചിന്താധാരയാണ്. ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയും, ബ്രിട്ടീഷ് ചിന്താധാര. രണ്ടാമത്തത് അമേരിക്കൻ ചിന്താധാര അഥവാ അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയും. ഈ 2 ചിന്താധാരകളുടെ അടിസ്ഥാനത്തിലാണ് ആന്ത്രപ്പോളജി എന്നുള്ള പഠനശാഖ വികസിക്കുന്നത്. ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയപ്പെടുന്ന ചിന്താധാരയുടെ
കാഴ്ചപ്പാട് പ്രകാരം ആന്ത്രപ്പോളജി 3 ഇനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആന്ത്രപ്പോളജി, രണ്ടാമത്തത് സോഷ്യൽ ആന്ത്രപ്പോളജി, മൂന്നാമത്തത് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി. ഇങ്ങനെ 3 രീതിയിലാണ് ആന്ത്രപ്പോളജി ഉള്ളത് എന്നാണ് ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട്സിന്റെ അഭിപ്രായം. അതേസമയം അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന കാഴ്ചപ്പാടുള്ള ആ ആശയത്തെ പിന്തുണക്കുന്ന ആളുകൾ പറയുന്നത് ആന്ത്രപ്പോളജി 4 വിഭാഗമുണ്ട്. ഒന്നാമത്തത് ഫിസിക്കൽ ആന്ത്രപ്പോളജി, രണ്ടാമത്തത് കൾച്ചറൽ ആന്ത്രപ്പോളജി, മൂന്നാമത്തത് ആർക്കിയോളജി, 4 ലിംഗ്വിസ്റ്റിക്. ഈ 4 രീതിയിലാണ് ആന്ത്രപ്പോളജി ഉള്ളത് എന്നാണ് അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ അഭിപ്രായം. ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട്സിന്റെ അഭിപ്രായ പ്രകാരമുള്ള 3 ആന്ത്രപ്പോളജിയുടെ പഠനശാഖകളും അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ അഭിപ്രായത്തിലുള്ള 4 പഠനശാഖകളും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്, പഠന മേഖലകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ആ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓരോ ഉപവിഭാഗങ്ങളും എന്ത് വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ഫിസിക്കൽ ആന്ത്രപ്പോളജി. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ജൈവ പ്രക്രിയ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ് എന്നുള്ളത്. അപ്പോൾ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഹോമോസാപ്പിയൻസിനെ വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്നത്. രണ്ടാമത്തത് ആർക്കിയോളജി. ആർക്കിയോളജി നമ്മൾ കേട്ടതാണ്, പുരാവസ്തുശാസ്ത്രം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഭൂമിയിൽ താമസിച്ച ഭൂതകാല സംസ്കാരങ്ങളുടെ ഭൗതിക അവശിഷ്ടങ്ങളും, എന്നാൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ, അതേപോലെ തന്നെ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സംസ്കാരങ്ങളുടെ മുൻ അവസ്ഥകളും അടിസ്ഥാനമാക്കി നടക്കുന്ന പഠനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ആർക്കിയോളജി. ഭൂമിയിലുള്ള ഭൂതകാല സംസ്കാരങ്ങളുടെ ഭൗതിക അവശിഷ്ടങ്ങളും സമകാലിക സംസ്കാരങ്ങളുടെ മുൻ അവസ്ഥകളെക്കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ആന്ത്രപ്പോളജിയുടെ 3ാമത്തെ ശാഖ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയാണ്. മനുഷ്യ സംസ്കാരം ലോകത്ത് പിറവിയെടുത്തത് മുതൽ ആശയവിനിമയത്തിന് വേണ്ടി, പരസ്പരം ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രീതികൾ മനുഷ്യർ അവലംബിക്കുന്നുണ്ട്. അത് സംസാരത്തിലൂടെയുണ്ട്, അതേപോലെ തന്നെ ഭാഷകൾ തന്നെ വ്യത്യസ്തമായ ഭാഷകളുണ്ട്. ഇങ്ങനെ സംസാരത്തിലൂടെയും വ്യത്യസ്തമായ ഭാഷകളിലൂടെയുമൊക്കെ ആശയവിനിമയം നടത്താനുള്ള മനുഷ്യന്റെ കഴിവിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആന്ത്രപ്പോളജിയുടെ പഠനശാഖയാണ് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. 4ാമത്തെ ആന്ത്രപ്പോളജിയുടെ ഉപവിഭാഗം സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയാണ്. അഥവാ പേര് പോലെ തന്നെ മനുഷ്യ സംസ്കാരത്തിന്റെ രീതികളെക്കുറിച്ചും സാമൂഹിക സംഘടനാ രീതികളെക്കുറിച്ചുമൊക്കെ പഠനം നടത്തുന്ന ആന്ത്രപ്പോളജിയുടെ ഒരു പഠനശാഖയാണ് സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മനുഷ്യരാശിയുടെ ജീവശാസ്ത്രത്തെയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അതോടൊപ്പം മനുഷ്യന്റെ സംസ്കാരം, സാമൂഹിക ഘടന, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഫിസിക്കൽ ആന്ത്രപ്പോളജിയിൽ പഠനം നടത്തുന്നു. ഈ രീതിയിലുള്ള മേഖലകളാണ് ആന്ത്രപ്പോളജി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന പഠനശാഖക്ക് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ആ ഉപവിഭാഗങ്ങൾ ഓരോന്നും വ്യത്യസ്തമായ പഠന മേഖലകളാണ് കൈകാര്യം ചെയ്യുന്നത്. ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട്സിന്റെ അഭിപ്രായ പ്രകാരമുള്ള 3 ആന്ത്രപ്പോളജി ശാഖകളെക്കുറിച്ചും അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ അഭിപ്രായ പ്രകാരമുള്ള 4 പഠനശാഖകളെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്ന പഠന മേഖലയെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി സോഷ്യൽ ആന്ത്രപ്പോളജി ഫീൽഡ് വർക്കിനാണ് പ്രാധാന്യം നൽകുന്നത്. ഫീൽഡ് വർക്ക് ഏതെല്ലാം രീതിയിലാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ ഈ പാഠഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ആ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കും.